സഞ്ജുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും ആദ്യം സംസാരിക്കുന്നത് അവസരത്തെപ്പറ്റി തന്നെയാണ് എന്ന് പറയാം. സഞ്ജുവിൻ്റെ അവസരം വളരെയധികം തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം. മലയാളികളുടെ സ്വന്തം അഭിമാനമായ സഞ്ജുവിന് എവിടെയെങ്കിലും അവസരം ലഭിച്ചില്ലെങ്കിൽ എവിടെയൊക്കെ അവസരം ലഭിക്കുമെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പലതും ചർച്ച ചെയ്യുന്നവരാണ് നമ്മൾ മലയാളികളുടെ സ്വന്തം ക്രിക്കറ്റ് കാർണിവലായ KCL 3-ാം സീസണ് മുന്നോടിയായി ഗംഭീര ടീം ലോഞ്ച് ചടങ്ങ് കോവളം ലീല റാവസിൽ ആവേശം അലയടിച്ച് വർണ്ണാഭമായ ചടങ്ങിൽ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത് 6 ഫ്രാഞ്ചൈസികളെയും ഔദ്യോഗികമായി അവർ അവതരിപ്പിച്ചു. അതോടൊപ്പം തന്നെ സ്പോർട്സും എന്റർടൈൻമെന്റ്സും കൂടിച്ചേർന്ന പ്രൗഢഗംഭീര ചടങ്ങിൽ ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുദാത്ത് KCL ടൂർണമെന്റിൽ ഐക്കണായി രാജ്യാന്തര താരം സഞ്ജു സാംസൺ എന്നിവർ പ്രത്യേക അതിഥികളാവുകയും ചെയ്തു. കേരളത്തിൽ യുവതാരങ്ങൾക്ക് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടാൻ KCL വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ടെന്ന് സഞ്ജു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളികളുടെ പേര്, കേരളക്കരയുടെ പേരെല്ലാം തന്നെ ഉയർത്തിക്കേൾക്കാൻ തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും അതുപോലെ തന്നെ മലയാളികളെ അഭിമാനം കൊള്ളിക്കാനും ഒക്കെ KCLക്ക് സാധിച്ചു എന്ന് സഞ്ജു വീണ്ടും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. IPL ടൂർണമെന്റിന്റെ പരിശീലക ക്യാമ്പുകളിൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ പരിശീലകരും മറ്റു താരങ്ങളും കേരള താരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷവും അഭിമാനവും തോന്നുന്നുവെന്ന് സഞ്ജു പ്രതികരിച്ചു. ദൃശ്യ ശ്രവ്യ വിസ്മയങ്ങളെക്കുറിച്ച് നടന്ന ലോഞ്ചിൽ തന്നെ കാണികൾക്ക് നവ്യാനുഭവമായി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഉണ്ടായിരുന്നു. ഏരീസ് കൊല്ലം സെയിലേഴ്സ്, തൃശൂർ ടൈറ്റൻസ്, കാലിക്കറ്റ് ഗ്ലോബസ്റ്റേഴ്സ്, ട്രിവാൻഡ്രം റോയൽസ്, ആലപ്പുഴ റിപ്പിൾസ് എന്നീ 6 ടീമുകളുടെയും ക്യാപ്റ്റന്മാർ, പരിശീലകർ, ടീം ഉടമകൾ എന്നിവർ വേദിയിലേക്ക് എത്തിയപ്പോൾ വലിയ ഹർഷാരവത്തോടെയാണ് സദസ്സ് സ്വീകരിച്ചതെന്ന് കൂടി നമുക്ക് പറയാൻ സാധിക്കുന്നു. ഓരോ ജില്ലയുടെയും തനിമ വിളിച്ചോതുന്ന കലാപ്രകടനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ടീമുകളുടെ വേദിയിലേക്കുള്ള രാജകീയ എൻട്രി. ചടങ്ങിന് മാറ്റുകൂട്ടിയ കേരള ക്രിക്കറ്റ് 75 വർഷത്തെ ചരിത്രവും തങ്ങളുടെ താരങ്ങളുടെ പ്രകടനത്തെ കോർത്തിണക്കി പ്രത്യേക വീഡിയോയും പ്രദർശിപ്പിച്ചു. ടൂർണമെന്റിന് ടൈറ്റിൽ പാർട്ണറായി തന്നെ ഫെഡറൽ ബാങ്ക്, ഹോസ്പിറ്റാലിറ്റി പാർട്ണർ ലീല റാവസ്, മെഡിക്കൽ പാർട്ണർ അനന്തപുരി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്നോവേഷൻ പാർട്ണേഴ്സ് സയോൺടെക് എന്നതാണ്. കൊല്ലം റമീസ് റെസ്റ്റോറന്റ് ആൻഡ് കേറ്ററേഴ്സ് എന്നീ സ്പോൺസർമാരെ വേദിയിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ചടങ്ങിനെത്തിയവർക്കായി പ്രത്യേക വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് സോൺ ഒരുക്കിയിരുന്നു. പ്രശസ്ത മെന്റലിസ്റ്റ് നിപിൻ നിരാരവത്ത് അവതരിപ്പിച്ച പ്രത്യേക മെന്റൽ ഷോയും ഉണ്ടായിരുന്നു. ഈ ഒരു ചടങ്ങിൽ സഞ്ജുവിനെ ക്ഷണിച്ചത് തന്നെയാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സഞ്ജുവിനെ എവിടെയൊക്കെ ക്ഷണിക്കുമോ, സഞ്ജുവിന് എവിടെയൊക്കെ അവസരം കൊടുക്കുമോ, അത് മലയാളികൾക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സഞ്ജുവിനെ അവിടെ എത്തിച്ചത് കൊണ്ടും സഞ്ജുവിന് അവസരം നൽകിയതും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്.